അധ്യാപകരെ, നാട്ടുകാരെ, ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം കൊണ്ടാണ്. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? 78ാം സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും മുറുകെ പിടിച്ചുകൊണ്ട് ഒരുപാട് വർഷക്കാലം ഇന്ത്യ രാജ്യം അതിന്റെ മഹത്വം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മതേതരത്വ ജനാധിപത്യ രാജ്യങ്ങളുടെ വിരുദ്ധമായി ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയ്ക്കെതിരായി ഞാനൊരു ചെറുവിരൽ പോലും ചലിപ്പിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയാണ് ആദ്യം ആവശ്യം. നമ്മളെല്ലാവരും ഇന്ത്യയുടെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്ന് യാന്ത്രികമായിട്ട് പറയുക. യാന്ത്രികമായി പറഞ്ഞാൽ പോരാ, ആ ദേശസ്നേഹം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം. തലവരെ പോയാലും ജീവൻ വെടിയേണ്ടി വന്നാലും സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയാണെങ്കിൽ അഭിമാനിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധീര ജവാന്മാർക്ക് സെൽയൂട്ട് നൽകുന്നത്. അവർ രാജ്യത്തിന് വേണ്ടി പടവലിൽ മരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് എന്റെ മകൻ മരിച്ചത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, അത് ഞാൻ അഭിമാനിക്കുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായും നമ്മുടെ മനസ്സിൽ എന്ത് വേണം? മതവും ജാതിയും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒക്കെ എല്ലാം മാറ്റിവെച്ച് എല്ലാ ചിന്തകൾക്കും അതീതമായി ഇന്ത്യ ഒന്നാണ്, ഇന്ത്യക്കാരെല്ലാം ഒന്നാണ്. അവിടെ മതമില്ല, കക്ഷിയില്ല, ജാതിയില്ല, ഒന്നുമില്ല.